ഇനി മുതൽ പിണറായി വിജയൻ ഒരുപക്ഷെ മൂന്നാം തവണ കേരളത്തിൽ പിണറായി അധികാരത്തിൽ വരുമെന്ന് ചിരിക്കാതെ പറയാൻ പറ്റാവുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ലേ. അത് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരികയാണ്. ചിരി കാരണം മൂന്നാം തവണ അധികാരത്തിൽ വലിയ ഇതെങ്ങനെയാണ് ഈ മാറണമെന്ന് ഒരു വർഷം ഇല്ല, അടുത്ത ഒരു ഏപ്രിൽ മെയ്യോടുകൂടി തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ ഈ ഒരു വർഷം കൂടി എങ്ങനെയാണ് ഈ സാധനത്തിന് സഹിക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിന്റെ ഒരു ജനങ്ങളുടെ ആദ്യത്തെ പ്രതികരണമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് 2026 നടക്കാനിരിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നോടിയായി നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം പ്രതീകമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം വരിയായി നിന്ന് ചൂണ്ടുവിരൽ മഷി പുരട്ടി കടക്ക് വിജയ പുറത്ത് എന്ന് പറയും, ഒരു സംശയം വേണ്ട. ഏതായാലും സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം, നമ്മുടെ അൻവർ പറയുന്ന പോലെ പിണറായിസം, അതാണ്. സി പി എം എന്നുള്ളത് പോയി, ഇപ്പൊ ഉള്ളത് പിണറായിസം. അതെ, അങ്ങനെ പിണറായിസം എന്ന് പറയുന്ന സംഭവം അതിന്റെ എന്താ പറയാ, അതിന്റെ വെടിതീരൽ അല്ലെങ്കിൽ അതിന്റെ കത്തി അമരൽ ആദ്യത്തെ റിസൾട്ട് വരാൻ പോകുന്ന 23-ാം തീയതിയാണ്. 23-ാം തീയതി നമ്മുടെ സ്വരാജ് 8 നിലയിലല്ല 18 നിലയിലുമല്ല, ഈ ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിൽ നിന്ന് വീഴുന്ന പോലൊരു ദുരന്തമായിരിക്കും സ്വരാജിനും സി പി എമ്മിനും സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ നോക്കിയാൽ മതി, സ്വരാജിന് ആരാണ് വോട്ട് ചെയ്യുക? സ്വരാജിനെ ഏതെങ്കിലും വെളിവുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ സ്വരാജിന് വോട്ട് ചെയ്യുമോ? അതാണ് എന്റെ ചോദ്യം. സ്വരാജിന്, അതായത് നിലമ്പൂരിൽ സി പി എമ്മിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട്, അല്ലെങ്കിൽ ശരാശരി സി പി എമ്മിനോട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 60,000 വോട്ടാണ്. ഈ 60,000 വോട്ട് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ചെയ്തിരുന്ന വോട്ടാണ്. ശരിക്കും സി പി എമ്മിന്റെ ഒരു കാഡർ വോട്ട് എന്ന് പറഞ്ഞാൽ 30,000-35,000 വോട്ട് മാത്രമേ നിലമ്പൂരിലുള്ളൂ. ഈ 30,000-35,000 വോട്ടിൽ എത്ര പേര് അതിൽ ഈ സി പി എമ്മുകാര്, അതായത് അന്തം കമ്പികൾ, ഈ രാവിലെ നമ്മളെ ധർമ്മപുരാണത്തിൽ ഒ വി വിജയൻ എഴുതിയ പോലെ പിണറായി വിജയന്റെ വിസർജ്യത്തിന് വേണ്ടി വരിവരിയായി കാത്തു നിൽക്കുന്ന, അതിന്റെ രുചി അനുഭവിച്ച് സായുജ്യമടയാൻ വേണ്ടി കാത്തിരിക്കുന്ന അന്തം കമ്മികള് പോട്ടെ, അതല്ലാത്ത റിയൽ കമ്മ്യൂണിസ്റ്റ് ആദർശം നെഞ്ചിലേറ്റിയവർ ആരെങ്കിലും സ്വരാജിന് വോട്ട് ചെയ്യോ? പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു കള്ളവാർത്ത കൊടുക്കുകയാണ്. അതായത് ഈ ഒരു വാർത്തയുടെ വലിപ്പം കണ്ടോ, കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. ഇയാൾ കോൺഗ്രസ് പ്രവർത്തകൻ ആരാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഒരാളെ കണ്ടാൽ കോൺഗ്രസിന്റെ ഭാരവാഹിയാണെങ്കിൽ ഓക്കെ, കോൺഗ്രസിന്റെ ബൂത്ത് ഭാരവാഹി, മണ്ഡലം ഭാരവാഹി, അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹി, ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹി, ഓക്കെ, ഇത് ഒരാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയാണ്. എങ്ങനെ പറയാ? ഒരാളെ കണ്ടാൽ അയാളെ നെറ്റിമിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാകുമോ? ഇയാൾ കോൺഗ്രസ്സുകാരനാണ്, ഇയാൾ BJP കാരനാണ്, ഇയാൾ മറ്റേ SDPI കാരനാണ്, അങ്ങനെ എങ്ങനെ ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക? ഒരാളെ എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുക? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ പത്രങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തു ഷോക്കേറ്റ് മരിച്ച ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. അതായത് കാട്ടുപന്നിയെ പിടികൂടാൻ വേണ്ടിയിട്ട് അനധികൃതമായി KCBയുടെ ലൈനിൽ നിന്നും ലൈൻ വലിച്ച് കെണിയുണ്ടാക്കി, വൈദ്യുതി കെണിയുണ്ടാക്കി, അതില് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയും ആ അനന്തവും കൂട്ടുകാരും മീൻ പിടിക്കാൻ വേണ്ടി ചെറിയ വലയുമായി പോകവേ ഷോക്കടിച്ച് മരിക്കുന്നു. ഇത് ഒരു ദാരുണ സംഭവം എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇതിനെ കാണേണ്ടത് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ, നിലമ്പൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇനി കൈവിരലെണ്ണാവുന്ന ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഇന്ന് 9-ാം തീയതി, 19-നാണ് അവിടെ വോട്ടെടുപ്പ്, 23-ന് ഫലം അറിയുകയും ചെയ്യാം. അവിടെ എന്തായാലും CPM ജയിക്കാൻ പോകുന്നില്ല. അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, അല്ല 3-4 ദിവസമായിട്ട് രാഷ്ട്രീയ അവലോകനങ്ങളൊന്നും കാണുന്നില്ലല്ലോ, നിലമ്പൂരിൽ എന്താ സ്ഥിതി, ആരാ ജയിക്കുക? ഞാൻ പറഞ്ഞു, നിലമ്പൂരിൽ എന്താ സ്ഥിതി എന്ന് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. നിലമ്പൂരിൽ വളരെ വളരെ ലളിതമാണ് അവിടുത്തെ കാര്യങ്ങൾ. കാരണം നിലമ്പൂർ എന്ന് പറയുന്നത് ആര്യാട് മുഹമ്മദ് കാലങ്ങളായി ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ രണ്ട് ഇലക്ഷനിൽ 2016-ലും 2021-ലും
ഒരു അട്ടിമറി ഉണ്ടായി. ആ അട്ടിമറിക്ക് കാരണം എന്ന് പറയുന്നത് പി വി അൻവർ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരികയും അങ്ങനെ സാധാരണ രീതിയിൽ പി.വി. അൻവർ ഒരു 10-20,000 വോട്ട് കൂടി പിടിച്ചു. അതായത് പണ്ട് കോൺഗ്രസ് ജയിച്ചിരുന്ന ആ മണ്ഡലത്തിൽ അൻവറിൻ്റെതായ ഒരു വോട്ട് കൂടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 2 വർഷം CPM ജയിച്ചത്. അൻവർ പോയാൽ അൻവറിന്റെ കൂടെ 20,000 വോട്ടും പോയി. സിമ്പിൾ. അവിടെ ആര്യാടൻ ഷൗക്കത്തെ ജയിക്കുകയുള്ളൂ. മാത്രവുമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഒന്ന് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കേരളം ഭരിച്ച മാറി വന്ന വ്യത്യസ്തങ്ങളായ എന്താ പറയാ സർക്കാരുകൾ ഇത്രയും ഭരണവിരുദ്ധ വികാരം, ഇത്രയും ജനങ്ങളെ ദ്രോഹിച്ച, അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ജനങ്ങളെ പിടിച്ചു പറിച്ച് ജനങ്ങളുടെ മുണ്ട് മുറുക്കി ഇനി അവസാനം നട്ടല് മാത്രമേ ബാക്കിയുള്ളൂ. അതേസമയത്ത് മുഖ്യമന്ത്രിക്ക് 40 വാഹനങ്ങളോടെ ഹെലികോപ്റ്ററിന്റെ അകമ്പടിയുടെ, പറക്കാത്ത ഹെലികോപ്റ്ററാണ്, പക്ഷെ അതിന് നമ്മൾ 2 കോടി രൂപ വീതം 4 മാസം കൂടുമ്പോൾ കൊടുക്കണം. പിന്നെ കാലിത്തൊഴുത്ത്, ലിഫ്റ്റ്, അങ്ങനെ ഈ ദൂർത്തിന്റെ പരകോടിയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അത്ര. ഈ മാതിരി ഒരു സാധനം ഉണ്ടല്ലോ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമുണ്ട്, ഇന്ത്യയിലല്ലാന്നേ ലോകത്തിൽ പിണറായി വിജയന്റെ പോലെ ഇത്രയ്ക്കും ധൂർത്തനായ ഒരു ഭരണാധികാരിയെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ജയശങ്കർ വക്കീൽ പറഞ്ഞ പോലെ ഈ ഉഗാണ്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുകയായിരിക്കും. അവസാനം ജയശങ്കർ വക്കീൽ പറഞ്ഞത് ഈ പീരങ്കിപ്പടയുമായി പോലും വരുമായിരുന്നു. പക്ഷെ അതിന് നരേന്ദ്രമോദി ചിലപ്പം, എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ചിലപ്പം അതിന് സമ്മതം കൊടുക്കും. അതായത് പിണറായി വിജയനോടുള്ള ഭയങ്കര സ്നേഹമാണല്ലോ മോദിക്ക്. ഇനി മുതൽ പിണറായി വിജയൻ ഒരുപക്ഷെ മൂന്നാം തവണ കേരളത്തിൽ പിണറായി അധികാരത്തിൽ വരുമെന്ന് ചിരിക്കാതെ പറയാൻ പറ്റാവുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ലേ. അത് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരികയാണ്. കാരണം 3ാം തവണ അധികാരത്തിൽ വരും. ഇതെങ്ങനെയാണ് ഈ മാറണമെന്ന് ഒരു വർഷം ഇല്ല, അടുത്ത ഒരു ഏപ്രിൽ മെയ്യോടുകൂടി തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ ഈ ഒരു വർഷം കൂടി എങ്ങനെയാണ് ഈ സാധനത്തിന് സഹിക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതിന്റെ ഒരു ജനങ്ങളുടെ ആദ്യത്തെ പ്രതികരണമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് 2026 നടക്കാനിരിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നോടിയായി നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം പ്രതീകമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനം വരിയായി നിന്ന് ചൂണ്ടുവിരൽ മഷി പുരട്ടി കടക്ക് വിജയ പുറത്ത് എന്ന് പറയും. ഒരു സംശയം വേണ്ട. എന്റെ ഒരു അനുമാനം എന്ന് പറഞ്ഞാൽ ഈ നോട്ടക്കും പിന്നിലായി പോകുന്നുള്ളതാണ്. CPM-ന് അതൊരു പ്രശ്നമല്ലാന്നേ. കാരണം പല സ്ഥലത്തും നോട്ടൊക്കെ പിന്നിലാണല്ലോ. ഡൽഹിയിലെ റിസൾട്ട് ഒക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അതായത് ചില മണ്ഡലങ്ങളിലൊക്കെ CPM-ന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ നോട്ടയേക്കാൾ പിന്നിലാണ്. ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഈ അന്തം കമ്മികൾക്ക് ഈ വർത്താനം പറയുന്നതിൽ ഒരു എന്താ പറയാ, ഒരു ലജ്ജയും ഒരു ഉളുപ്പും ഇല്ലല്ലോ. ഇപ്പോഴും വന്നിരുന്നിട്ട് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ എന്താ പറയാ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, ഇന്ത്യയുടെ വിദേശ നയങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടായിരിക്കും ഇവരെന്തൊക്കെ ഇന്ത്യയിൽ ആകെ 1% പോലും വോട്ട് കിട്ടാത്ത ഒരു പാർട്ടി. ഏതായാലും CPM എന്ന് പറയുന്ന പ്രസ്ഥാനം, നമ്മുടെ അൻവർ പറയുന്ന പോലെ പിണറായിസം, അതാണ്. CPM ഇല്ല. CPM എന്നുള്ളത് പോയി. ഇപ്പോൾ ഉള്ളത് പിണറായിസം. അതെ, അങ്ങനെ പിണറായിസം എന്ന് പറയുന്ന സംഭവം അതിന്റെ എന്താ പറയാ, അതിന്റെ വെടിതീരൽ അല്ലെങ്കിൽ അതിന്റെ കത്തി അമരൽ ആദ്യത്തെ റിസൾട്ട് വരാൻ പോകുന്ന 23-ാം തീയതിയാണ്. 23-ാം തീയതി നമ്മുടെ സ്വരാജ് 8 നിലയിലല്ല, 18 നിലയിലുമല്ല, ഈ ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിൽ നിന്ന് വീഴുന്ന പോലൊരു ദുരന്തമായിരിക്കും സ്വരാജിനും CPM-നും സംഭവിക്കാൻ പോകുന്നത്. ഇത് CPM-നോട് എനിക്കൊരു വിരോധമില്ല. CPM-നോടുള്ള വിരോധം കൊണ്ടല്ല, ഞാൻ വളരെ കൃത്യമായി നമ്മൾ നോക്കിയാൽ മതി. സ്വരാജിന് ആരാണ് വോട്ട് ചെയ്യുക? സ്വരാജിനെ ഏതെങ്കിലും വെളിവുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ സ്വരാജിന് വോട്ട് ചെയ്യുമോ? അതാണ് എന്റെ ചോദ്യം. സ്വരാജിന്, അതായത് നിലമ്പൂരിൽ CPM-ന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട്, അല്ലെങ്കിൽ ശരാശരി CPM-നോട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 60,000 വോട്ടാണ്.
ഈ 60,000 വോട്ട് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ചെയ്തിരുന്ന വോട്ടാണ്. ശരിക്കും CPM-ന്റെ ഒരു കാഡർ വോട്ട് എന്ന് പറഞ്ഞാൽ 30,000 35,000 വോട്ട് മാത്രമേ നിലമ്പൂരിലുള്ളൂ. ഈ 30-35,000 വോട്ടിൽ എത്ര പേര് അതിൽ ഈ CPM-കാര്, അതായത് അന്തം കമ്പികൾ, ഈ രാവിലെ നമ്മളെ ധർമ്മപുരാണത്തിൽ OV വിജയൻ എഴുതിയ പോലെ പിണറായി വിജയന്റെ വിസർജ്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന, വരിവരിയായി കാത്തു നിൽക്കുന്ന, അതിന്റെ രുചി അനുഭവിച്ച് സായുജ്യമടയാൻ വേണ്ടി കാത്തിരിക്കുന്ന അന്തം കമ്മികൾ പോട്ടെ. അതല്ലാത്ത റിയൽ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റ് ആദർശം നെഞ്ചിലേറ്റിയവർ ആരെങ്കിലും സ്വരാജിന് വോട്ട് ചെയ്യോ? സ്വരാജ് അറിയാലോ, സ്വരാജ് VS അച്യുതാനന്ദനെതിരെ പറഞ്ഞ കാര്യങ്ങൾ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞതാണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റാവുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന പ്രതീകമാണത്, അല്ലെ? ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതീകമാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രതീകമാണ് VS അച്യുതാനന്ദൻ. അതൊരു ആവേശമാണ്. VS കണ്ണേ കരളെ VS എന്ന് വിളിക്കുന്ന ആളുകൾ അവര് ഹൃദയം കൊണ്ടാണ് വിളിക്കുന്നത്. പണ്ടറിയാലോ, ഇത് കേട്ടപ്പോഴാണ് കാരണഭൂതന് ചൊറിഞ്ഞത് കൊണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് ഉഷാവുദ്ദീപ്പിന്റെ ഗാനമേളയാണോ എന്ന് പണ്ട് നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ സഖാവ് കാരണഭൂതം ചോദിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. പോട്ടെ, ഞാൻ ഈ പിണറായി കുറിച്ച് പറഞ്ഞാൽ പിന്നെ നമുക്ക് മോശം ഭാഷയെ നാവിൽ വരുള്ളൂ. അതുകൊണ്ട് അത് വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ധീര സഖാവ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന ഏറ്റവും ആദർശത്തിന്റെ ഒരു ആൾരൂപമായ VS അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറയുന്ന സ്വരാജ് എന്ന് പറയുന്ന അധമൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊന്നും അല്ല പറയേണ്ടത്. സ്വരാജിനെ പറയേണ്ടത് അങ്ങനെയൊന്നല്ല. KR മീര അവിടെ വന്നിരുത്തിട്ട് സ്വരാജ് എന്ന് പറയുന്നത് മഹാനാണെന്ന് KR മീര എന്ന് പറയുന്ന എഴുത്തുകാരി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്വരാജ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അധമന്മാരിൽ 1-ാം നമ്പർ അധമനാണ്, നികൃഷ്ട ജീവിയാണ് സ്വരാജ് എന്ന് പറയുന്നത്. കാരണം VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ ഇവൻ ആരടാ? എന്നിട്ട് ഇപ്പം പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞതാണ്. അത് പുറത്ത് അതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ VS അച്യുതാനന്ദൻ ആരോപണം കേട്ടതിന് ശേഷം അച്യുതാനന്ദൻ പിന്നീട് നടന്ന പൊതുസമ്മേളനത്തിൽ അച്യുതാനന്ദൻ പ്രസംഗിച്ചിട്ടുണ്ട്. അച്യുതാനന്ദൻ മാന്യനായതുകൊണ്ട് സ്വരാജിന്റെ പേര് പറഞ്ഞില്ല. പക്ഷേ എനിക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ ശബ്ദമുയർന്നു എന്ന് VS അച്യുതാനന്ദൻ പറയുന്നതിന്റെ വീഡിയോ ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. VS അച്യുതാനന്ദൻ ഒന്നുമില്ലാതെ വെറുതെ കണ്ടു പറയോ എനിക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ്? അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് അവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരാൾ ഒരു തെളിവും വേണ്ട. എന്തിന് തെളിവ്? സ്വരാജ് അതല്ലാതെ അപ്പുറവും പറയുമെന്ന് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറ്റൊന്ന്, അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ, തലക്ക് വെളിവുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരും സ്വരാജിന് വോട്ട് ചെയ്യില്ല. എന്താ സംശയം? നിങ്ങൾക്ക് എന്താ സംശയം? VS അച്യുതാനന്ദനെ തൂക്കിക്കൊല്ലണം എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ ആരെങ്കിലും എന്ന് ഞാൻ പറയാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യൂ? പിണറായി വിജയന്റെ അമേദ്യം ഭക്ഷിക്കുന്നവരല്ലാതെ ആരെങ്കിലും ചെയ്യൂ? ഇല്ല. പിന്നെ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസി സ്വരാജിന് വോട്ട് ചെയ്യൂ? അതായത് സഖാക്കൾ, അതായത് നമ്മുടെ ശബരിമലക്ക് നോൽമ്പ് നോറ്റി ശബരിമലക്ക് പോകുന്ന, കറുപ്പെടുത്ത് മാലയിട്ട് ശബരിമലക്ക് പോകുന്ന വിശ്വാസികളില് ബഹുഭൂരിപക്ഷവും CPM-കാരാണ്. അങ്ങനെയുള്ള CPM-കാര് അവരുടെ മനസ്സിൽ ശബരിമല ശ്രീശാസ്താവിനെ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ, മാളികപ്പുറത്തമ്മയെ പുലഭ്യം എന്നല്ല വാക്കല്ല ഉപയോഗിക്കേണ്ടത്. ഈ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും ഒക്കെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന ഭക്തരെ അവരുടെ മുഖത്തേക്ക് സ്വരാജ് കാക്കിച്ച് തുപ്പുകയാണ്. അല്ലെ? ആ വീഡിയോ ഞാൻ വീണ്ടും എന്റെ മൊബൈലിൽ കിടക്കുന്നുണ്ട്. ഞാനത് കാണിക്കുന്നില്ല.
കാരണം ആ ഒരു അധമ വാക്കുകൾ വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും. മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോഴാണത്രേ പ്രളയമുണ്ടായത്. കേരളത്തിൽ പ്രളയമുണ്ടാക്കിയത് മാളികപ്പുറത്തമ്മയാണ് എന്ന് പറയുന്ന സ്വരാജിനെ തെരണ്ടിവാലുകൊണ്ടല്ല, പച്ചമട്ടലുകൊണ്ടല്ല ഇവനെ പിടിച്ചിട്ട് ഞാൻ പറയുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നത് വേറൊരു കാര്യമുണ്ട്. അതായത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ കല്യാണം കഴിച്ചത്രേ ആ പ്രളയത്തിന് ശേഷം. കാരണം അതായത് കന്യയ്യപ്പന്മാർ വരാത്തൊരു മണ്ഡലകാലത്ത്, അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. കന്യയ്യപ്പന്മാർ വരാത്ത ഒരു കാലത്ത് മാത്രമേ ഇവര് ഈ മാളികപ്പുറത്തമ്മ അയ്യപ്പനെ വിവാഹം കഴിക്കുക എന്നൊക്കെയുള്ള ചില സങ്കല്പങ്ങളോ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ അധമൻ പറയുകയാണല്ലോ, ഈ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ഏതോ ഒരു ആഗസ്റ്റ് മാസത്തിൽ 17-ാം തീയതി 18-ാം തീയതി പ്രളയമുണ്ടായി. 19-ാം തീയതി 1-ാം തീയതിയായിരുന്നു അവിടെ ശബരിമലയിൽ ഒരു കന്യയ്യപ്പനും വന്നില്ല. മാളികപ്പുറത്തമ്മ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ കല്യാണം കഴിച്ചു എന്നൊരു ഉളുപ്പും മാനവും ഇല്ലാതെ ഈ ഹൈന്ദവ വിശ്വാസികളുടെ മുഖത്തേക്ക് കാക്കിച്ച് തുപ്പിയിട്ട് ഈ മനുഷ്യൻ പറയാണ്, മനുഷ്യനല്ല എം സ്വരാജ് എന്ന് പറയുന്നത് മനുഷ്യനാണ്. അയാൾ ആരാ മനുഷ്യൻ വിളിക്കുക? കേരളത്തിൽ ഇത്രയും വർഗീയത പറഞ്ഞ, കേരളത്തിൽ ഇത്രയും ഹിന്ദുക്കളെ ഇത്രയും അപഹസിച്ച, ഹിന്ദുക്കളുടെ മൊത്തം മുഖത്തേക്ക് കാക്കിച്ചു തുപ്പിയ, ആലോചിച്ച് നോക്കണം നിങ്ങള്. അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണം കഴിച്ചത്രേ എം സ്വരാജിന്റെ കണ്ടുപിടുത്തം. ഹൈന്ദവ വിശ്വാസികളൊക്കെ അത്രമാത്രം സംയമനമുള്ളവരും അത്രമാത്രം വിശാല ഹൃദയവരും ഒക്കെ ആയതുകൊണ്ടാണ് മോനെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കേട്ടോ. അറിയാലോ ജോസഫ് മാഷിന്റെ കയ്യൊട്ടി കഥകളൊക്കെ. ഇതേപോലെ മറ്റു മതങ്ങളെ കുറിച്ച് പറയാൻ സ്വരാജിന് നാവ് ബന്ധുവോ? ഹൈന്ദവരെന്തും പറയാലോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, മാളികപ്പുറത്തമ്മയും നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും വിവാഹിതരായി എന്ന ഏറ്റവും ഹൈന്ദവ വിശ്വാസത്തെ ഹൈന്ദവ വിശ്വാസത്തെ മുഴുവനും കത്തിക്കുന്ന തരത്തിലുള്ള, കത്തിച്ച് ചാമ്പലാക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തിയ അധമ വാക്കുകൾ ഉപയോഗിച്ച നികൃഷ്ടനായ എം സ്വരാജിനെ ഏതെങ്കിലും ഒരു ഹൈന്ദവ വിശ്വാസി വോട്ട് ചെയ്യൂ? ചെയ്യില്ല. ഇനി ഏതെങ്കിലും ഒരു രാജ്യസ്നേഹി സ്വരാജിന് വോട്ട് ചെയ്യൂ? പഹൽഗാമില് 26 ഹൈന്ദവരെ തുണിയഴിച്ചു നോക്കി, പാന്റിന്റെ സിബ് അഴിച്ചു നോക്കി, അറ്റം ചെത്തിയിട്ടുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ട് അറ്റം ചെത്തിയിട്ടില്ല അല്ലേ, അപ്പൊ നീ മുസ്ലിം അല്ല, അതുകൊണ്ട് വെക്കട വെടി എന്ന് പറഞ്ഞിട്ട് ഈ 26 ഹൈന്ദവരെ കൊലപ്പെടുത്തിയ ഇസ്ലാമിക തീവ്രവാദികളെ സ്വരാജിന് പ്രശ്നമല്ല. സ്വരാജ് ഈ ഒരു നരവേട്ടയെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു ആക്രമണത്തെ കുറിച്ച് സ്വരാജ് മിണ്ടിയില്ല. സ്വരാജ് ആസ്വദിച്ചു. സ്വരാജിന് അതൊക്കെ ഒരു ആസ്വാദനമാണ്. ഓപ്പറേഷൻ സിന്ദൂർ അറിയാലോ, ആ ഭീകര കേന്ദ്രങ്ങൾ, തിരഞ്ഞുപിടിച്ച 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു, കത്തിച്ചു കളഞ്ഞു. 9 ഭീകര കേന്ദ്രങ്ങൾ. ഒരു പാകിസ്ഥാൻ കുട്ടിയെ പോലും, ഒരു പാകിസ്ഥാൻ സ്ത്രീയെ പോലും, ഒരു പാകിസ്ഥാൻ യുവാവിനെ പോലും, ഒരു പാകിസ്ഥാൻ വൃദ്ധനെ പോലും തൊടാതെ, അവരുടെ ജീവൻ അപഹരിക്കാതെ കൃത്യമായി ഭീകരവാദികളെ, ഇസ്ലാമിക ഭീകരവാദികളുടെ ക്യാമ്പുകൾ ഒന്നൊന്നായി കത്തിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ തുടക്കമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും പാകിസ്ഥാൻ സൈന്യം ചൊറിഞ്ഞപ്പോ, ഡ്രോണുകളും വിമാനങ്ങളൊക്കെ വന്നപ്പോൾ അതിനെയൊക്കെ തകർത്തുകൊണ്ട് ഇനിയും ചൊറിയാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ചത്. അപ്പോൾ സ്വരാജിന് ഹൃദയം പൊട്ടി. പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയോ? പിടിച്ച് കൊണ്ടുപോകണം. ഈ സ്വരാജിനൊക്കെ പാകിസ്ഥാനിൽ കൊണ്ടുവരണം. ഇവനൊക്കെ പാകിസ്ഥാനിലാണ് ജീവിക്കേണ്ടത്. യുദ്ധം പാടില്ല. എടാ മോനെ സ്വരാജെ, അവിടെ ഭീകരന്മാരെയാ കൊന്നത്. പാകിസ്ഥാനിലെ ഭീകരന്മാരെ കൊന്നപ്പോ നിനക്ക് സഹിച്ചില്ല അല്ലേ?
പാകിസ്ഥാനിലെ ഭീകരന്മാരെ കൊന്നപ്പോ സ്വരാജിന് സഹിച്ചില്ല. സ്വരാജിനോട് ഭീകരന്മാരോടുള്ള പാക് ഭീകരന്മാരോടുള്ള എന്താ പറയാ സ്നേഹം വാത്സല്യം ഇങ്ങനെ ഉറവ പൊട്ടുകയായിരുന്നു. 26 ഹൈന്ദവരെ വെടിവെച്ച് വന്നപ്പോൾ, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്നപ്പോൾ, തുണി അഴിച്ചു നോക്കി അറ്റം ചെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വെടിവെച്ച് വന്നപ്പോൾ സ്വരാജ് മിണ്ടിയില്ല. കാശ്മീരിലെ ഹൈന്ദവരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തപ്പോൾ സ്വരാജ് മിണ്ടിയില്ല. ബംഗ്ലാദേശിൽ ഹൈന്ദവർക്ക് നേരെ വംശഹത്യ നടക്കുമ്പോൾ സ്വരാജ് മിണ്ടിയില്ല. സ്വരാജിന് അതൊന്നും പ്രശ്നമല്ല. പക്ഷേ സ്വരാജിന് ഇഷ്ടമാരെയാണെന്ന് അറിയോ? പാകിസ്ഥാനിലെ ഭീകരന്മാരെ തൊട്ടാൽ സ്വരാജിന് നോവും. അത് വളരെ പോളിഷ്ഡ് ആയിട്ട് യുദ്ധം പാടില്ല. അപ്പോൾ സ്വരാജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനിൽ ഭീകരന്മാർ വരുമ്പോ നമ്മളിങ്ങനെ നെഞ്ചു കാട്ടി കൊടുക്കണം. ആര്? ഇവിടുത്തെ ഹൈന്ദവര്. ആയിക്കോട്ടെ, ഹൈന്ദവരെ കൊന്ന് തള്ളട്ടെ. അതാണ് സ്വരാജിന്റെ ഒരു നയം എന്ന് പറയുന്നത്. ആ സ്വരാജ് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജാതി മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും, പാകിസ്ഥാന്റെ കൂടെ നിലനിൽക്കുന്ന തുർക്കിയോ ഒന്നോ രണ്ടോ രാജ്യങ്ങളോ അല്ലാതെ മൊത്തം രാജ്യങ്ങളും ഇന്ത്യയെ നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കുമ്പോൾ, സ്വരാജ് എന്ന് പറയുന്ന അധമൻ, നികൃഷ്ടൻ, ഞാൻ ഈ 2 വാക്കുകൾ തുടർച്ചയായി പറയുന്നത് പിണറായി വിജയന്റെ ഇഷ്ടപ്പെട്ട വാക്കുകൾ എന്നുള്ള രീതിയിലാണ്. പിണറായി വിജയന്റെ ഇഷ്ടപ്പെട്ട വാക്കുകളായ അധമനും നികൃഷ്ടനുമായ ഈ മനുഷ്യരൂപത്തിലുള്ള അധമൻ സ്വരാജ് ഏത് ദേശസ്നേഹിയാണ്, ഏത് രാജ്യസ്നേഹിയാണ് സ്വരാജിന് വോട്ട് ചെയ്യാൻ പോകുന്നത്? ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നോട്ടേക്കാൾ പിന്നിലായിരിക്കും സ്വരാജിന്റെ വോട്ട് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ അന്തംകമ്മികളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയില്ല. കാരണം ഇന്നും രാവിലെ എഴുന്നേറ്റാൽ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന, വീണ്ടും വായിക്കണം ധർമ്മപുരാണം, വിജയന്റെ ധർമ്മപുരാണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്തരത്തിൽപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥ. അങ്ങനെയുള്ള ആളുകൾ വരിയായി നിന്ന് വോട്ട് ചെയ്യും. പക്ഷെ ആ വോട്ട് സ്വരാജിനെ ജയിപ്പിക്കില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംസാരിച്ച് തുടങ്ങിയത്, ഈ 10ാം ക്ലാസ്സുകാരൻ നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറത്തുണ്ടായ ഈ ഒരു ദാരുണ സംഭവം യഥാർത്ഥത്തിൽ പലകുറി ആവശ്യപ്പെട്ടത്രേ ഈ KSEBയുടെ കറണ്ട് മോഷ്ടിച്ച് അനധികൃതമായി കെണിവെച്ച്, വൈദ്യുത കെണിവെച്ച് ഈ കാട്ടുപന്നികളെ വേട്ടയാടുന്നത് നിർത്തണം, അതല്ലെങ്കിൽ ഇത് മനുഷ്യജീവന ആപത്താണ്, ഇങ്ങനെ ഒരു അധോലോകം ഇവിടെ പ്രവർത്തിക്കുന്നു, ഇതിനെതിരെ പോലീസിൽ പരാതി. പോലീസ് അനങ്ങിയില്ല, വനം വകുപ്പ് അനങ്ങിയില്ല. അപ്പൊ പോലീസും വനം വകുപ്പും ഒന്നും ഇക്കാര്യത്തിൽ അനങ്ങിയില്ല. ആ 10ാം ക്ലാസ്സുകാരൻ മരിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ അല്ല, ഈ നമ്മുടെ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മറ്റൊരധമൻ, അയാൾ പറഞ്ഞത് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഇതാണ് ഇന്നത്തെ പത്രങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് അത് തന്നെയാണ്. മാതൃഭൂമി പത്രത്തിന്റെ പ്രധാനപ്പെട്ട തലക്കെട്ട് മരണക്കെണി. കാട്ടുപന്നിക്കുള്ള കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. മരണത്തെ ചൊല്ലി നിലമ്പൂരിൽ രാഷ്ട്രീയ വാക്പോര്. ആ രാഷ്ട്രീയ വാക്പോരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വനമന്ത്രി AK ശശീന്ദ്രൻ മരണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ചു. ഈ 10ാം ക്ലാസ്സുകാരന്റെ മരണത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരംഭിക്കുകയാണ് ഈ പന്ന മന്ത്രി AK ശശീന്ദ്രൻ. ഇയാളൊക്കെ നമ്മുടെ പ്രതിപക്ഷത്തെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് ലജ്ജ തോന്നുകയാണ്. ഒരു നിമിഷം പോലും ഈ അധമനെ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമോ? ഇന്നിപ്പതാ ഈ ടെലിവിഷൻ ചാനലുകളോടൊക്കെ പറയുന്നു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എടോ ശശീന്ദ്ര, പൂച്ചക്കുട്ടി, ഞാൻ പറയണ്ട, പൂച്ചക്കുട്ടിയുടെ കഥയൊക്കെ കേട്ടതാണല്ലോ. പൂച്ചക്കുട്ടിയെ കളിപ്പിച്ചതല്ലേ കുറെ രാത്രികളിൽ. നിന്നെയൊക്കെ പിന്നെയും മന്ത്രിമാരാക്കിയ ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞാൽ മതി. അതായത് ഒരു 10ാം ക്ലാസ്സുകാരൻ ആ കുട്ടിയെ കൊലക്ക് കൊടുത്തതാണെന്ന്. എന്തിന്? ഇലക്ഷൻ ജയിക്കാൻ.
ഇതൊക്കെ പറയുന്ന AK ശശീന്ദ്രൻ നാവ് പൊഴുത്ത് നാറി പോകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹിക്കാനുള്ളത്. ഓ, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടാകുമോ? ഇയാൾക്ക് എന്ത് സംഭാവനയാണ് ഈ കേരളത്തിന് നടത്തുന്നത്? ഒരു എളുപ്പമാനില്ലാതെ ഇന്നലെ പറഞ്ഞ, അതായത് ഇത് ഗൂഢാലോചനയാണ്. ഇത് കാകദൃഷ്ടിയിൽ നമ്മളെ ഗോപികൃഷ്ണൻ വിദ്യാർത്ഥിയുടെ മരണം അവസരം വീണ് കിട്ടിയതാണോ അതോ ഉണ്ടാക്കിയതാണോ എന്ന് സംശയം മന്ത്രി ശശീന്ദ്രൻ. അതാണ് ഇന്നലെ മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞത്. അതായത് ഇത് ഉണ്ടാക്കിയതാണോ എന്ന്. അതായത് ഇങ്ങനെ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ UDF പ്ലാൻ ചെയ്തതാണെന്നാണ് ഈ അധമൻ, ഈ നികൃഷ്ടൻ പറയുന്നത്. ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കാൻ ഒട്ടും ആലോചന ആവശ്യമില്ല എന്നാണ് ഇതിന്റെ കമന്റ് കൊടുത്തത്. ഗൂഢാലോചന എന്ന് മന്ത്രി പറയുകയാണ്. എന്നിട്ട് ഇന്ന് പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഈ സംഭവം ഗൂഢാലോചനയല്ല എന്ന് പറഞ്ഞത്. ഈ സംഭവത്തിന് ശേഷം ഇവര് ഈ മന്ത്രിക്കെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും ഒക്കെ നടത്തുന്ന ചില ആക്രമണങ്ങൾ അത് ഗൂഢോദ്ദേശം ഉണ്ടായെന്നാണെന്ന് ഞാൻ പറയുന്നത്. ഇവനൊക്കെ രണ്ടായി വലിച്ചു കീറുകയാണ് വേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ ഇതിന്റെ ക്ലൈമാക്സ് നമുക്ക് കാണാം. അപ്പൊ മാതൃഭൂമി ഇത് മരണക്കെണി എന്ന് പറഞ്ഞിട്ട് സംഭവം വഴിക്കടവിൽ കെണിവെച്ചയാൾ അറസ്റ്റ് ചെയ്തു കേട്ടോ. കെണിവെച്ച ആൾ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗുണ്ട, അവിടുത്തെ ഒരു മാഫിയ, ഇത്തരത്തിലുള്ള ഈ കാട്ടുപന്നികളെ വേട്ടയാടി മാംസം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന എന്താണ് അതിന്റെ പേര്, പ്രതി ബിനീഷ്. അപ്പൊ ബിനീഷ് എന്ന് പറയുന്ന പ്രതിയെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. കാട്ടുപന്നികളെ കെണിവെച്ച് പിടിച്ച് ഇറച്ചി വിൽക്കുന്നയാളാണ് ബിനീഷ്. മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അനന്തു. സംഭവത്തിൽ യദുഷാനു എന്നീ കുട്ടികൾക്ക് പരിക്കുണ്ട് എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. അങ്ങനെ ഏതായാലും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തു, നരഹത്യക്ക് കേസൊക്കെ എടുത്തു എന്നൊക്കെയാണ് വാർത്ത പറയുന്നത്. അങ്ങനെ മാതൃഭൂമി അത്രയും പറഞ്ഞിട്ട് മലയാള മനോരമ പക്ഷേ മെയിൻ സ്റ്റോറി അതല്ല. മെയിൻ സ്റ്റോറി കപ്പൽ കമ്പനിക്ക് സർക്കാർ തുണ എന്നൊക്കെ പറയുന്നത് അത് വേറൊരു സംഭവം, അതിലേക്ക് വരാം. മലയാള മനോരമയുടെ താഴെ കാണാം, വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം, ഷോക്ക്, മന്ത്രിയുടെ നാവിൽ നിന്ന് ഗൂഢാലോചന വാദം വിവാദം. അങ്ങനെയാണ് മനോരമ കൊടുത്തത്. അതായത് ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പോ? വനം മന്ത്രി ശശീന്ദ്രൻ ചോദിക്കുകയാണ് എളുപ്പമാനിയത്. ലക്ഷ്യം ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മനുഷ്യന്റെ പിടിപ്പുകേട് കൊണ്ട്, പിണറായി വിജയന്റെ പിടിപ്പുകേട് കൊണ്ട് ഒരു 10ാം ക്ലാസ്സുകാരൻ മരിച്ചു. അതാണ് ഈ പറയുന്ന ഷോക്കേറ്റ് മരിച്ച ആ കുട്ടിയുടെ കൂടെ പോയ പരിക്കേറ്റ ഒരു കുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട്, ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്രേ, ഇങ്ങനെയുള്ള ഈ കെണികൾ ഇവിടെയുണ്ട്, നാടുകളിൽ ഇത്തരത്തിലുള്ള കെണികളുണ്ട്, ഞങ്ങളുടെയൊക്കെ ജീവൻ അപകടത്തിലാണെന്ന് പറയുമ്പോൾ പോലീസ് മിണ്ടിയില്ല, പിണറായിയുടെ പോലീസ് മിണ്ടിയില്ല. AK ശശീന്ദ്രൻ എന്ന് പറയുന്ന നികൃഷ്ട ജീവിയുടെ ഈ AK ശശീന്ദ്രനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആനയും നരിയും പുലിയും ഒക്കെ എത്രമാത്രം മാന്യന്മാരാണെന്ന് അറിയൂ. ഏറ്റവും ഭീകരനാണ് ഈ മന്ത്രി, ഭീകരനായ പന്നമന്ത്രി. നീയും സംസാരിച്ചാലേ എന്റെ ഭാഷ മോശവും. മന്ത്രിയുടെ നാവിൽ നിന്ന് ഗൂഢാലോചനാവാദം വിവാദം. അതിൽ പറയാണ്, പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും, നിലമ്പൂരിൽ ജയിക്കാൻ വേണ്ടിയിട്ട് VD സതീശനും കൂട്ടരും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കിയതാണോ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കെണി വെച്ച് ഈ ഒരു പാവം കുട്ടിയാണ്ട് കൊന്ന്, എന്നിട്ട് സർക്കാരിനെതിരെ സർക്കാരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ ഒരു വികാരം ഉണ്ടാക്കുക. സോറി, ഞാൻ ബാക്കി പറയുന്നില്ല, ബാക്കി നിങ്ങൾ ഊഹിച്ചോടുക. ഇനിതാ കേരള കൗമുദിയിലെ ഈ വാർത്ത 7ാം പേജിലാണ് കൊടുത്തത്. പന്നിക്കെണിയിൽ കുരുങ്ങി നിലമ്പൂർ രാഷ്ട്രീയ പോര്, ഷോക്കേറ്റ് അനന്തുവിന്റെ ദാരുണാന്ത്യം, പ്രതിഷേധം ആളിക്കത്തിച്ച് മന്ത്രി ശശീന്ദ്രന്റെ ഗൂഢാലോചന ആരോപണം. പ്രതിഷേധം ആളിക്കത്തിച്ചുകൊണ്ട് AK ശശീന്ദ്രന്റെ ഗൂഢാലോചന ആരോപണം എന്ന് നമ്മുടെ കേരള കൗമുദിയും പറയുന്നു. മാധ്യമം പത്രമാണ്. മാധ്യമം പത്രം പറയുന്നത് മരണക്കെണി, കാട്ടുപന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന് കണ്ണീരോടെ വിട, കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് പരിക്ക്, കെണിവെച്ച വിനീഷ് റിമാൻഡിൽ, വിഷയത്തിൽ രാഷ്ട്രീയ പോര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് തന്നെയാണ് മാധ്യമം കൊടുത്തത്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ദേശാഭിമാനിയാണേ. ഇതൊന്ന് കാണും നിങ്ങൾ. ദേശാഭിമാനിയുടെ തലക്കെട്ട് കണ്ടില്ലേ? പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിയുടെ മരണം, കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. അതായത് ആ പന്നിക്കെണി വെച്ച എന്താണ് അയാളുടെ പേര്? വിനീഷ് എന്ന് പറയുന്ന
ആ പ്രതിയെ ഇയാൾക്ക് സ്ഥിരം ഇമാതിരി പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റു പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ട്. പക്ഷെ ദേശാഭിമാനിയുടെ കണ്ടുപിടുത്തം എന്താണെന്ന് അറിയോ? കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. ഇത് കോൺഗ്രസ് പ്രവർത്തകനാണത്രേ. അപ്പൊ ഈ എന്താ പറയാ, കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ, കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലാണ്. തലക്കെട്ട് അങ്ങനെയാണ്. ഇനി വാർത്തയിൽ പറയുന്നത് എന്താണെന്നറിയോ? കെണിവെച്ച വഴിക്കടവ് പുത്തരിപ്പാടം നമ്പ്യാടൻ വിനീഷ് 30 വയസ്സാണ് അറസ്റ്റിലായത്. മണിമോളി പ്രതി കോൺഗ്രസുകാരൻ എന്ന വിവരം പുറത്തു വന്നതോടെ, പ്രതി കോൺഗ്രസുകാരനാണത്രേ. ആ വിവരം പുറത്തു വന്നതോടെ മുതലെടുപ്പിനുള്ള UDF ശ്രമം പൊളിഞ്ഞു. അപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു കള്ളവാർത്ത കൊടുക്കുകയാണ്. അതായത് ഈ ഒരു വാർത്തയുടെ വലിപ്പം കണ്ടോ? കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. ഇയാൾ കോൺഗ്രസ് പ്രവർത്തകൻ ആരാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഒരാളെ കണ്ടാൽ കോൺഗ്രസിന്റെ ഭാരവാഹിയാണെങ്കിൽ ഓക്കെ, കോൺഗ്രസിന്റെ ബൂത്ത് ഭാരവാഹി, മണ്ഡലം ഭാരവാഹി, അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹി, ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹി, ഓക്കെ. ഇത് ഒരാൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയാണ്. എങ്ങനെ പറയാ? ഒരാളെ കണ്ടാൽ അയാളെ നെറ്റിമ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാകുമോ? ഇയാൾ കോൺഗ്രസ്സുകാരനാണ്, ഇയാൾ BJP കാരനാണ്, ഇയാൾ മറ്റേ SDPI കാരനാണ്, അങ്ങനെ 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 എങ്ങനെ ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക? ഒരാളെ എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുക? ഒരാള് കോൺഗ്രസ്സുകാരനാണ്, ഇയാൾ എങ്ങനെ കോൺഗ്രസ്സുകാരനാകാന്ന്? കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. ഒന്നുകിൽ ഇയാൾ ഏതെങ്കിലും ഒരു ഭാരവാഹിയായിരിക്കണം, കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലെ ഭാരവാഹിയാണെങ്കിൽ പറയുന്ന ഒരു ലോജിക് ഉണ്ട്. ലോജിക് എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസിന്റെ ഭാരവാഹി എന്നല്ല പറയേണ്ടത്. ഇയാൾ ഒരു അധമനായ, ഇയാളൊരു നികൃഷ്ടനായ, ഇയാൾ ഇത്തരത്തിലുള്ള കാട്ടുപന്നികളെ അനധികൃതമായി വേട്ടയാടി അതിന്റെ മാംസം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരു അധോലോക ക്രിമിനലാണ് ഇയാൾ. അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? ഇയാൾ കോൺഗ്രസ് ആണത്രേ. അപ്പൊ ഈ മാതിരിയുള്ള ഈ വെട്ടക്ക് പരിപാടി ഉണ്ടല്ലോ ദേശാഭിമാനിയുടെ, ഈ ദേശാഭിമാനിക്കാരന്റെ വിചാരം ഇത് വായിക്കുന്ന ആൾക്കാർ മുഴുവനും അന്തംഗമികളാണ്. തലയില് ഒരു ബുദ്ധി എന്ന് പറയുന്ന തലച്ചോറിന്റെ ഒരു കഷ്ണം പോലും ഇല്ലാത്ത അത്രയും വെളിവ് കെട്ട ആൾക്കാരാണ് ഇത് വായിക്കുന്നതാണ് ഈ തിരുമണ്ടന്മാരുടെ വിചാരം. എന്നിട്ട് ഇവർ എഴുതി വെച്ചിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. ഒരുപക്ഷെ ദേശാഭിമാനി ഈ 2025 ഏറ്റവും വലിയ തലക്കെട്ടായിരിക്കും ഇത്. കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. എന്താ പറയാ? ഈ തലക്കെട്ട് കൊണ്ട് ഇവരുടെ വിചാരം എന്താണെന്നറിയോ? കോൺഗ്രസ് ആണ് ഇതിന്റെ പിന്നിൽ. ഈ 10ാം ക്ലാസ്സിലെ അനന്തു എന്ന് പറയുന്ന ആ കുട്ടിയുടെ ദാരുണ മരണത്തിന് പിന്നിൽ ആരാണ്? കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളെ മന്ത്രി വിശുദ്ധൻ, ഞങ്ങളെ പോലീസ് വിശുദ്ധൻ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ കാരണഭൂതം തനി അത് എല്ലാത്തിനും കാരണം ആരാണ്? കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റ്. എത്ര പേര് ഇത് വിശ്വസിച്ചിട്ടുണ്ടാവും? എത്ര പേര്? ഇതുകൊണ്ട് സ്വരാജ് ജയിക്കുകയോ? ഇതുകൊണ്ട് സ്വരാജിന് ആരെങ്കിലും വോട്ട് കൊടുക്കുമോ? ഇതാണ് ദേശാഭിമാനിയുടെ അവസ്ഥ. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തേ. ആശാവർക്കർമാർ 4 മാസം കഴിയുന്നു. ആശാവർക്കർമാർ 4 മാസം കഴിഞ്ഞു. അവർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പട്ടിണി ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവര് 12-ാം തീയതി മുതൽ ഒരാഴ്ചക്കാലം ആശാവർക്കർമാർ നിലമ്പൂരിലുണ്ടാവും. സ്വരാജിന്റെ പതനത്തിന് ആക്കം കൂട്ടൊന്നും വേണ്ട. അവര് ആശാവർക്കന്മാർക്ക് വരേണ്ട കാര്യമില്ല അവിടെ. പക്ഷെ ആശാവർക്കന്മാരുടെ ഒരു എന്താ പറയാ, തങ്ങളുടെ ഈ സമരത്തെ ഇത്രയും നീചമായി, ഇത്രയും പരിഹാസ്യമായി കണ്ട ഒരു ഭരണകൂടത്തിന്റെ പ്രതീകമായ സ്വരാജിന്റെ പതനം, സ്വരാജിന്റെ പരാജയം, ഏറ്റവും നിന്ദ്യമായ പരാജയം. അങ്ങനെ ഉണ്ടല്ലോ പരാജയം, പലതരത്തിലുള്ള പരാജയമുണ്ട്. നമ്മൾ ചെറിയ വോട്ടിനൊക്കെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ പരാജയം എന്ന് പറയണ്ട. പക്ഷെ ഏറ്റവും ലജ്ജാകരമായ ഒരു പതനത്തിലേക്ക് സ്വരാജിനെ എത്തിക്കാൻ, അല്ലെങ്കിൽ പിണറായിസത്തിന്റെ അവസാനത്തെ ആണി അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ആശാവർക്കർമാരും വരുന്നു. യഥാർത്ഥത്തിൽ ആശാവർക്കർമാരായിരിക്കും പിണറായി സഖാവേ താങ്കളുടെ 3ാം പ്രതീക്ഷ തല്ലിക്കെടുത്തുന്നത്. നിങ്ങൾ അനുഭവിച്ച തീരും കേട്ടോ.
232 രൂപ ശമ്പളം വാങ്ങുന്ന വേതനം കിട്ടുന്ന ആശാവർക്കർമാർ ഒരു 100 രൂപയെങ്കിലും കൂട്ടിത്താ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടില്ല അല്ലേ? അനുഭവിക്കണം. നിങ്ങൾ അനുഭവിക്കും. അത് നമുക്ക് 23-ാം തീയതി അറിയാം. 23-ാം തീയതി അറിയാം. പക്ഷെ നിങ്ങളെ ജയിപ്പിക്കാൻ അന്തംഗമ്മികൾ പെറ്റുപെരുകി എന്താ പറയാ, സ്വരാജിനെ ജയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വ്യാമോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ കാത്തിരുന്ന് കാണാം. ഇനി അധിക ദിവസങ്ങളില്ലല്ലോ 19-ാം തീയതിക്ക്, അല്ല 23-ാം തീയതിക്ക്. 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ആശാവർക്കർമാരുടെ കയ്യടി ഞാനിപ്പോൾ കേൾക്കുകയാണ്. അവരുടെ ആ മുഖത്തെ ഒരു സന്തോഷം അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ പരിഹസിച്ച, നമ്മളെ അപഹസിച്ച ഒരു എതിരാളിയെ മുട്ടുകുത്തിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും. അതാണ് പിണറായി കാത്തിരിക്കുന്നത്, എം സ്വരാജിനെ കാത്തിരിക്കുന്നത്. അനന്തു എന്ന് പറയുന്ന ആ 10ാം ക്ലാസ്സുകാരൻ്റെ കുടുംബത്തിന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.